ഹായ് എവരിവൺ, iPlusന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രോഗങ്ങളുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. പകരുന്ന രോഗങ്ങളിൽ ബാക്ടീരിയ രോഗങ്ങളെ പറ്റിയും നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കാം. ഓക്കെ, ഇനി അടുത്തത് വൈറസ് രോഗങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ പകരുന്ന രോഗങ്ങൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ രോഗങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിൽ ബാക്ടീരിയ രോഗങ്ങളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി അടുത്തത് എന്താണ്? വൈറസ് രോഗങ്ങളാണ്. നോക്കാം. എന്താണ് വൈറസ് രോഗങ്ങൾ? വൈറസുകൾ ജീവകോശങ്ങളിൽ മാത്രം വളരുകയും പെരുകുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ്. ഇവ മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും വിവിധ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. വൈറസുകൾ സ്വതന്ത്രമായി വളരാൻ കഴിയാത്തതിനാൽ ഇവയെ നിർബന്ധിത പരാദജീവികൾ എന്ന് വിളിക്കുന്നു. എന്തെന്നാ വിളിക്കുന്നത്? നിർബന്ധിത പരാദജീവികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈറസ് ആണ്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നതെന്ന് കൂടി നോക്കാം. ജീവകോശങ്ങളിൽ മാത്രം വളരുകയും പെരുകുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് ആര്? വൈറസുകൾ. അത് ആരിലൊക്കെ വരും? മനുഷ്യരിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, സസ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വതന്ത്രമായി വളരാൻ കഴിയുന്നില്ല. എന്താണ്? ഇവർക്ക് സ്വതന്ത്രമായി വളരാനുള്ള കഴിവുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവയെ എന്തെന്നറിയപ്പെടുന്നു? നിർബന്ധിത പരാദജീവികൾ എന്നറിയപ്പെടുന്നു. അപ്പൊ നിർബന്ധിത പരാദജീവികൾ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? വൈറസ് എന്ന് പറയും. ഓക്കെ, കിട്ടിയോ? നോക്കാം. ഇനി വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ചെറിയ കോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. DYSP CN രമേശ്. എന്താണ്? DYSP CN രമേശ്. ജസ്റ്റ് ഓർത്തിരിക്കാൻ മതി, വലിയ കഥയായിട്ടൊന്നുമില്ല. ഇതാകുമ്പോൾ എളുപ്പം ഓർക്കാലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഓർക്കുക ഏതൊക്കെയാണ് വൈറസ് രോഗങ്ങളെന്ന്. ഓക്കെ, DYSP ഓരോ ലെറ്റർ വെച്ച് ഓർത്തിരുന്നാൽ മതി. D ഫോർ ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി. Y യെല്ലോ ഫീവർ. S സാർസ്. P പോളിയോ. C കൊറോണ. N നിപ്പ. R റാബിസ്. A എയ്ഡ്സ്. മീസിൽസ്. M മീസിൽസ് അഞ്ചാം പനി. E എബോള. S മാൾപോക്സ് വസൂരി. ഹെപ്പറ്റൈറ്റിസ്. എവിടം വരെ ആയി? ആയില്ലേ? DYSP CN രമേശ്. ആ ഒരു കോഡ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വൈറസ് രോഗങ്ങളെ പെട്ടെന്ന് ഓർക്കാമല്ലോ. വലിയ പാടുള്ള കോഡൊന്നും അല്ലല്ലോ അല്ലേ? അത് വെച്ച് ഓർക്കുക. DYSP CN രമേശ്. അത് വെച്ച് വൈറസ് രോഗങ്ങളെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതിൽ തന്നെ എയ്ഡ്സ്, വൈറസ് രോഗമായ എയ്ഡ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു മേഖലയാണ്. എന്താണ് എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം? എന്താണ് എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് എന്തിന്റെ പൂർണ്ണ രൂപം? എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം. എന്നാണ് ആദ്യമായി തിരിച്ചറിയപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 1981 അമേരിക്കയിലാണ്. എവിടെയാണ്? 1981 അമേരിക്കയിലാണ് ആദ്യമായി എയ്ഡ്സ് തിരിച്ചറിയപ്പെട്ടത്. എന്നാൽ ഈ വൈറസ് കണ്ടെത്തിയത് ആരാണ്? ലൂക്ക് മൊണ്ടേനിയർ എന്ന വ്യക്തിയാണ് എന്ത് കണ്ടെത്തിയത്? വൈറസ്, എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത്. അപ്പോൾ പൂർണ്ണരൂപം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. അമേരിക്കയിൽ 1981 കണ്ടെത്തി. വൈറസ് കണ്ടെത്തിയത് ആരാണ്? ലൂക്ക് മൊണ്ടേനിയർ എന്ന വ്യക്തിയാണ്. ഇതിനി എവിടെയാണ് ബാധിക്കുന്നത്? T ലിംഫോസൈറ്റുകളെയാണ് വൈറസ്, ഏത് വൈറസ്? എയ്ഡ്സ് വൈറസ് ബാധിക്കുകയും ആക്രമിക്കുകയും ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകി അവയെ നശിപ്പിക്കുകയും മനുഷ്യരുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് T ലിംഫോസൈറ്റ്? നമ്മളുടെ ശരീരത്തിനെ പ്രതിരോധിക്കുന്ന വെളുത്ത രക്താണുവാണ് എന്തെന്ന് പറയുന്നത്? T ലിംഫോസൈറ്റ്. അപ്പം നമ്മുടെ പ്രതിരോധ ശക്തിയെ തകർക്കുമല്ലേ? T ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകി അവയെ നശിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു. ഏത്? എയ്ഡ്സ് വൈറസ്. മനസ്സിലായോ? ബാക്കി നോക്കാം. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ്, ഏത് വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിലേക്ക് നയിക്കുന്നത്? HIV വൈറസ്. ഏതാണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എന്തിന് കാരണമാകുന്നത്? എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്നത്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ആണ് ഏത്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, ഇനി എയ്ഡ്സ് തിരിച്ചറിയുന്നതിനായി നടത്തുന്ന ടെസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? എലീസ ടെസ്റ്റ്. എന്താണ്? എലീസ ടെസ്റ്റ്.
എലീസ ടെസ്റ്റ് എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോബൻ അസേ എന്നാണ് എലീസ ടെസ്റ്റിന്റെ പൂർണ്ണരൂപം. എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോബൻ അസേ. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പ്രാഥമിക പരിശോധന. എയ്ഡ്സ് രോഗത്തിന്റെ പ്രാഥമിക പരിശോധനയാണ് എലീസ ടെസ്റ്റ്. എയ്ഡ്സ് സ്ഥിരീകരണത്തിനായി നടത്തുന്ന ടെസ്റ്റാണ് ഇത് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എന്താണ്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ആണ് ഇത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതിന് നടത്തുന്ന ടെസ്റ്റാണ് എലീസ ടെസ്റ്റ്. സ്ഥിരീകരണത്തിനായി നടത്തുന്ന ടെസ്റ്റ്. ഇത് പ്രാഥമിക പരിശോധന മാത്രമാണ് എലീസ ടെസ്റ്റ്. എന്നാൽ അതിന് സ്ഥിരീകരണത്തിനായി നടത്തുന്ന ടെസ്റ്റാണ് ഇത് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഓക്കെ, എയ്ഡ്സ് രോഗത്തിനെ പറ്റി പഠിച്ചു. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ പഠിച്ചേ? വൈറസ് രോഗങ്ങൾ പഠിച്ചു. അതിൻ്റെ കോഡ് പഠിച്ചു. എന്തുവായിരുന്നു? DYSP CN രമേശ്. അത് വെച്ചിട്ട് ഓർത്ത് വെക്കുക എന്തൊക്കെയാണ് വൈറസ് രോഗങ്ങൾ എന്നുള്ളത്. അപ്പോൾ കിട്ടത്തില്ലേ? പെട്ടെന്ന് കിട്ടത്തില്ലേ? ഓക്കെ. പിന്നെ അതിൽ എന്തിനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്? എയ്ഡ്സ് രോഗത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി. കിട്ടിയില്ലേ? ഇനി അടുത്തതാണ് ഫംഗസ് രോഗങ്ങൾ. ഏതൊക്കെയാണ് ഫംഗസ് രോഗങ്ങൾ നോക്കിയാലോ? ആസ്പർജില്ലോസിസ്, വട്ടച്ചൊറി, റിംഗ് വോം, അത്ലറ്റ് ഫുഡ്, ക്യാൻഡിയാസിസ്, ചുണങ്ങ്. ഇതെല്ലാം എന്താണ്? ഫംഗസ് രോഗങ്ങളാണ്. ഓക്കെ, കിട്ടുമോ? പെട്ടെന്ന് കിട്ടുമോ? ഇച്ചിരി പാടുള്ള പേരുകളൊക്കെ ഉണ്ട്. ആസ്പർജില്ലോസിസ്, വട്ടച്ചൊറി, റിംഗ് വോം, അത്ലറ്റ് ഫുഡ്, ക്യാൻഡിയാസിസ്, ചുണങ്ങ്. ഇനി ഫംഗസ് രോഗങ്ങൾ സസ്യങ്ങളെയും ബാധിക്കാറുണ്ട്. എന്തിനാ? സസ്യങ്ങളെയും ഫംഗസ് രോഗങ്ങൾ ബാധിക്കാറുണ്ട്. ഏതാണ്? കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. എന്താണ്? കുരുമുളകിനെ ബാധിക്കുന്ന രോഗം ദ്രുതവാട്ടം. തെങ്ങിനെ ബാധിക്കുന്നതാണ് കൂമ്പ് ചീയൽ. നെല്ലിനെ ബാധിക്കുന്നതാണ് ബ്ലാസ്റ്റ് രോഗം. 3 രോഗങ്ങളാണ് ചോദിക്കുന്നതാണ്. കുരുമുളകിനെ ബാധിക്കുന്ന ഫംഗസ് രോഗം ഏതാണ്? ദ്രുതവാട്ടം. തെങ്ങിനെയാണെങ്കിൽ അത് കൂമ്പ് ചീയൽ. നെല്ലിനെ ബാധിക്കുന്ന ഫംഗസ് രോഗമാണ് ഇത് ബ്ലാസ്റ്റ് രോഗം. കിട്ടിയോ? അപ്പം മനുഷ്യരിലും ബാധിക്കുന്നുണ്ട്, അതുപോലെ എന്ത് ചെയ്യുന്നു? സസ്യങ്ങളിലും ബാധിക്കുന്നുണ്ട്. എന്ത്? ഫംഗസ് രോഗങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പ്രോട്ടോസോവ രോഗങ്ങളാണ്. എന്താണ്? പ്രോട്ടോസോവ രോഗങ്ങൾ എന്താണ്? പ്രോട്ടോസോവ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏകകോശ ജീവിയാണ്. അതെന്ത് ചെയ്യുന്നു? ചുവന്ന രക്താണുക്കളെ ആക്രമിക്കുകയും അവയ്ക്കുള്ളിൽ പെരുകുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പ്രോട്ടോസോവ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ചുവന്ന രക്താണുക്കളെ ആക്രമിക്കുന്നു, അവയ്ക്കുള്ളിൽ പെരുകി അവയെ നശിപ്പിക്കുന്നു. എന്ത്? പ്രോട്ടോസോവ. ഇനി അതിനൊരു കോഡ് ഉണ്ടോ? അൽഫാം. എന്താണ്? അൽഫാം. ജസ്റ്റ് പേര് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ്. A for അമീബിയാസിസ്, ലീഷ്മാനിയാസിസ്, ഫൈലേറിയാസിസ്. A ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്. M മലേറിയ. എന്തൊക്കെയാ? അമീബിയാസിസ്, ലീഷ്മാനിയാസിസ്, ഫൈലേറിയാസിസ്, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്, മലേറിയ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോസോവ രോഗങ്ങൾ. ഇനി അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് കോഡ് ഓർത്തിരിക്കുക. അത് വെച്ചിട്ട് എന്തൊക്കെ രോഗങ്ങളാണെന്നും ഓർത്തിരിക്കുക. ഇനി അതിൻ്റെ രോഗകാരി ഏതാന്ന് നോക്കാം. അമീബിയാസിസ് എന്ന രോഗത്തിൻ്റെ രോഗകാരിയാണ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. എന്താണ്? എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്തിൻ്റെ രോഗകാരിയാണ്? അമീബിയാസിസ് എന്ന രോഗത്തിൻ്റെ രോഗകാരി. ഇനി അതെങ്ങനെയാണ്? അമീബിയാസിസ് എന്ന് പറയുന്ന രോഗം മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. എങ്ങനെയാ? മലിനജലത്തിലൂടെ പകർന്ന് നമ്മുടെ ശരീരത്തിൽ ചെറുകുടലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത്? ഈ അമീബിയാസിസ് എന്ന് പറയുന്നത്. എങ്ങനെ പകരുന്നു? മലിനജലത്തിലൂടെ പകരുന്നു. ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്നു? ചെറുകുടലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്, രോഗമാണ് ഇത് അമീബിയാസിസ്. ഓക്കെ, ഇനി അടുത്തതാണ് ലീഷ്മാനിയാസിസ്. ലീഷ്മാനിയാസിസ് എന്ന രോഗത്തിൻ്റെ രോഗകാരിയാണ് ഏതെന്ന് പറയുന്നത്? ലീഷ്മാനിയ. ഇത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. എവിടെ ബാധിക്കുന്നതാണ്? സ്കിന്നിനെ ബാധിക്കുന്ന അസുഖമാണ്. ഇത് പരത്തുന്നത് ആരാണ്? സാൻഫ്ലൈ ആണ് എന്നൊരു ഈച്ചയാണ് ഇത് പരത്തുന്നത്. ഓക്കെ, അപ്പോൾ അമീബിയാസിസ്, എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക, ലീഷ്മാനിയാസിസ്, ലീഷ്മാനിയ എന്ന രോഗകാരി. പരത്തുന്നത് ആരാണ്? സാൻഫ്ലൈ എന്ന ഈച്ചയിലൂടെയാണ്. എവിടെ ബാധിക്കുന്നു? സ്കിന്നിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അടുത്തതാണ് ഫൈലേറിയാസിസ്, മന്ത്. ഫൈലേറിയൻ വിരകളാണ് മന്ത് രോഗത്തിൻ്റെ രോഗകാരി. അല്ലേ? അതറിയാലോ എല്ലാവർക്കും. ഫൈലേറിയൻ വിരകളാണ്. പിന്നെ അത് വഹിച്ചുകൊണ്ട് വരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ക്യൂലക്സ് കൊതുകുകളാണ്. ആരാണ്? ക്യൂലക്സ് കൊതുകുകളാണ് എന്ത് പരത്തുന്നത്? മന്ത് പരത്തുന്നത്. അതെവിടെയാണ് നമ്മളെ ബാധിക്കുന്നത്?
നമ്മുടെ ലിംഫ് നാളികളെയാണ് എന്ത് ബാധിക്കുന്നത്? ഈ ഫൈലേറിയാസിസ് ബാധിക്കുന്നത്. അടുത്തതാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്. ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് അതിൻ്റെ രോഗകാരിയാണ് ട്രിപ്പനോസോമ. എന്താണ്? ട്രിപ്പനോസോമ. അത് ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നതെന്നറിയാമോ? ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് രോഗകാരി ട്രിപ്പനോസോമയാണ്. അതെങ്ങനെ പകരുന്നു? നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഏതെന്ന് പറയുന്നത്? ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത്. ഇത് പരത്തുന്നത് സേസേ ഫ്ലൈ. ഇങ്ങനെയാണ് അതിൻ്റെ സ്പെല്ലിങ്. സേസേ ഫ്ലൈ ആണ് എന്ത് പരത്തുന്നത്? ഈ ട്രിപ്പനോസോമ പരത്തുന്നത്. ഏത് ഭാഗത്തെ ബാധിക്കുന്നു? ബ്ലഡിലാണ് ബാധിക്കുന്നത്. നെക്സ്റ്റ് മലേറിയ, മലമ്പനി. അതിൻ്റെ രോഗകാരിയാണ് ആര്? പ്ലാസ്മോഡിയം. എന്താണ്? പ്ലാസ്മോഡിയമാണ് രോഗകാരി. ഇനി മലേറിയ വഹിച്ചുകൊണ്ട് വരുന്നത് ആരാണ്? അനോമിലസ് പെൺകൊതുകുകളാണ്. മന്ത് പരത്തുന്ന ആരായിരുന്നു? ക്യൂലെക്സ് പെൺകൊതുകുകളായിരുന്നു. ഇവിടെ മലേറിയ ആണെങ്കിൽ അത് വഹിച്ചുകൊണ്ട് വരുന്നത് ആരാണ്? വാഹകരായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അനോഫിലസ് പെൺകൊതുകുകൾ. രോഗകാരി ഏതാന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മോഡിയമാണ്. ഇനി ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്നു? സ്പ്ലീനിനെയൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇത് മലേറിയ. ഇപ്പം നമ്മൾ എന്താ പഠിച്ചേ? പ്രോട്ടോസോവ രോഗങ്ങൾ കോഡ് പഠിച്ചു. അൽഫാം. ഏതൊക്കെ രോഗങ്ങളാണുള്ളത്? അമീബിയാസിസ്, ലീഷ്മാനിയാസിസ്, ഫൈലേറിയാസിസ്, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്, അതുപോലെ മലേറിയ. ഇനി അതിൻ്റെ രോഗകാരികളെയും നമ്മൾ നോക്കി. ഓക്കെ, കിട്ടിയോ? ഇനി അടുത്തത് നമ്മൾ പകരുന്ന രോഗങ്ങൾ എങ്ങനെയൊക്കെ പഠിച്ചു? ബാക്ടീരിയ രോഗങ്ങൾ പഠിച്ചു, വൈറസ് രോഗങ്ങൾ പഠിച്ചു, ഫംഗസ് രോഗങ്ങൾ പഠിച്ചു, പ്രോട്ടോസോവ രോഗങ്ങളും പഠിച്ചു. ഇനി ഇതൊക്കെ പലതരത്തിൽ പകരുന്നവയുണ്ടല്ലേ? വായുവിലൂടെ പകരുന്നതുണ്ട്, ജലത്തിലൂടെ പകരുന്നതുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ? നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഏതൊക്കെ? ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, മീസിൽസ്, ആന്ത്രാക്സ്. ഏതൊക്കെയാ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്? ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, മീസിൽസ്, ആന്ത്രാക്സ്. അതുപോലെ ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ. ഇതെല്ലാം എങ്ങനെ പകരുന്നതാണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെന്നൊരു ക്വസ്റ്റ്യൻ, ഇത് താഴെ പറയുന്നവയിൽ ഏതാണ് വായുവിലൂടെ പകരുന്നത് അല്ലെങ്കിൽ അല്ലാത്തത് എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പം നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ചിട്ട് അതിനെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, മീസിൽസ്, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ. ഇതെല്ലാം എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, കിട്ടിയോ? ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോ മെലറ്റിസ് എന്നിവയൊക്കെയാണ് എന്ത്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. എന്തൊക്കെയാ? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോ മെലറ്റിസ് എല്ലാം എന്താണ്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി അടുത്തത് സമ്പർക്കത്തിലൂടെ, കോണ്ടാക്റ്റ് വഴി പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെ? കുഷ്ഠം, എബോള. എന്തൊക്കെയാ? സമ്പർക്കത്തിലൂടെ പകരുന്നതാണ് കുഷ്ഠം, എബോള. അതുപോലെ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഇതൊക്കെയാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഓക്കെ. ഇനി രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഏതൊക്കെ? ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ് എല്ലാം നമ്മൾ രക്തം സ്വീകരിക്കുന്നത് വഴി പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, നമ്മൾ ജലത്തിലൂടത്, വായുവിലൂടത് പറഞ്ഞു, സമ്പർക്കത്തിലൂടെ പറഞ്ഞു, രക്തം സ്വീകരിക്കുന്നതിലൂടെ പറഞ്ഞു. ഓക്കെ, എല്ലാം കിട്ടിയില്ലേ? ഇനി അടുത്തത് വാക്സിൻ ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ കുറേ രോഗങ്ങൾ പഠിച്ചു, അതിൻ്റെ രോഗകാരികളെ പഠിച്ചു, അത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പഠിച്ചു അല്ലേ? ഇനി അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും വാക്സിൻ വേണ്ടേ? അപ്പോൾ പ്രധാനപ്പെട്ട വാക്സിനുകളൊക്കെ നമുക്കൊന്ന് നോക്കി പോവാം. ഫസ്റ്റ് പറയുന്നതാണ് MMR വാക്സിൻ. എന്താണ് MMR വാക്സിൻ? അതിൻ്റെ ഫുൾ ഫോം മീസിൽസ്, മംസ്, റുബല്ല വാക്സിൻ എന്നുള്ളതാണ്. മീസിൽസ്, മംസ്, റുബല്ല വാക്സിൻ, അതാണ് ഫസ്റ്റിലത്തെ. ഇതെന്ന് പറയുന്നത് ഇതിലെ ഘടകങ്ങൾ, ആ വാക്സിനിലെ ഘടകങ്ങളാണ് നിർവീര്യ രോഗകാരികൾ അടങ്ങിയതാണ്. അതായത് അതിന്
വലിയ പ്രതിരോധ ശേഷിയൊന്നും ഉള്ളതല്ല. നിർവീര്യമായിട്ടുള്ള രോഗകാരികളെ വെച്ചിട്ടുള്ള വാക്സിനാണ് ഏതെന്ന് പറയുന്നത് MMR വാക്സിൻ. എന്തിനു വേണ്ടി, ഏത് അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഏത് രോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീസിൽസ്, മാംസ്, റുബല്ല, 5-ാം പനി, മുണ്ടിനീര്, റുബല്ല തുടങ്ങിയ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏത് വാക്സിൻ ഉപയോഗിക്കുന്നത്, MMR വാക്സിൻ. അപ്പോൾ ഇതിലേതെങ്കിലും രോഗം തന്നിട്ട് ഇതിന് ഉപയോഗിക്കുന്ന വാക്സിൻ താഴെ പറയുന്നവയിൽ ഏതാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെന്ന് പറയണം, MMR വാക്സിൻ എന്ന് പറയുക. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തതാണ് OPV, ഓറൽ പോളിയോ വാക്സിൻ. എന്താണ് ഓറൽ പോളിയോ വാക്സിൻ? അതിലെ ഘടകങ്ങൾ ഏതാണ്? മൃതരോഗകാരികളാണ്. അതായത് അവരെ മരിച്ചു പോയിട്ടുള്ള രോഗകാരികളായിരിക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് പ്രവർത്തനശേഷി നഷ്ടപ്പെട്ട രോഗകാരികളാണ് മൃതരോഗകാരികൾ എന്ന് പറയുന്നത്. അവയെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വാക്സിനാണ് ഓറൽ പോളിയോ വാക്സിൻ, അതായത് OPV വാക്സിൻ. അത് ഏത് രോഗത്തിന് പ്രതിരോധിക്കുന്നതാണ്? പോളിയോ രോഗത്തെ അത് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടത്തില്ലേ, ഓറൽ പോളിയോ വാക്സിൻ തന്നെയല്ലേ. അപ്പോൾ പോളിയോ രോഗത്തെ പ്രതിരോധിക്കുന്ന വാക്സിനാണ് ഏത്? ഓറൽ പോളിയോ വാക്സിൻ, OPV വാക്സിൻ എന്ന് പറയുന്നത്. അടുത്തതാണ് HPV വാക്സിൻ. എന്താണ് HPV വാക്സിൻ? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. എന്താണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ് ആ വാക്സിൻ്റെ പേര്. അത് രോഗകാരികളുടെ ഭാഗങ്ങൾ അടങ്ങിയതാണ്. അതായത് സെർവിക്കൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാക്സിനാണ് ഏത്? HPV വാക്സിൻ എന്ന് പറയുന്നത്. എന്താണ് ഫുൾ ഫോം? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ് HPV വാക്സിൻ്റെ പൂർണ്ണരൂപം. എന്തിനാ ഉപയോഗിക്കുന്നത്? ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? സെർവിക്കൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് ആണ് COVID-19 വാക്സിൻ. എന്താണ് രോഗകാരികളുടെ ജനിതക വസ്തുവിന്റെ ഭാഗങ്ങൾ അടങ്ങിയതാണ് ഏത്? COVID-19 വാക്സിൻ. അതേത് രോഗത്തിന് ഉപയോഗിക്കുന്നു? COVID-19 രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? COVID-19 വാക്സിൻ ഉപയോഗിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കാം. വാക്സിനും അതുപോലെ പ്രതിരോധിക്കുന്ന രോഗങ്ങളും തന്നിട്ട് ഏതാണെന്ന് മാച്ച് ചെയ്യാൻ ചോദിക്കാം. അപ്പോഴും നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ലേ? അപ്പോൾ പഠിച്ചു. വാക്സിനുകളുടെ പേര് ഓർത്തു വെക്കുക: MMR, OPV വാക്സിൻ, HPV, COVID-19 വാക്സിൻ. അതിൻ്റെ രോഗങ്ങളും കൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇപ്പോൾ പഠിച്ച രോഗങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ നമ്മൾ ബാക്ടീരിയ രോഗങ്ങളെ പഠിച്ചു, പിന്നെ വൈറസ് രോഗങ്ങൾ പഠിച്ചു, ഫംഗസ്, പ്രോട്ടോസോവ രോഗങ്ങൾ പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകളെ പറ്റിയും പഠിച്ചു. അപ്പോൾ പകരുന്ന രോഗങ്ങൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ പഠിക്കാനുള്ളത്? നമ്മളൊന്ന് പറഞ്ഞിരുന്നു, പകരാത്ത രോഗങ്ങൾ കുറച്ച് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് പറയാം. പകരാത്ത രോഗങ്ങൾ എന്നുള്ളതിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞേ? ജീവിതചര്യ രോഗങ്ങൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? പ്രമേഹത്തെ പറ്റി പറഞ്ഞു, രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, ഇതെല്ലാം എന്താണെന്ന് പറഞ്ഞു. ജീവിതചര്യ, നമ്മുടെ ജീവിത രീതിയുമായി ബന്ധപ്പെടുത്തി നമുക്കുണ്ടാകുന്ന രോഗങ്ങളാണ് ഇത്. പ്രമേഹം, ഫാറ്റി ലിവർ, രക്തസമ്മർദ്ദം, അതെല്ലാം ജീവിതചര്യയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങളാണ്. കിട്ടിയോ? പിന്നെന്താണ് പഠിച്ചത്? പാരമ്പര്യ രോഗങ്ങൾ പറഞ്ഞു. എന്താണ്? ഈ വൈറ്റമിൻ്റെത്, പ്രോട്ടീൻ്റെ ഒക്കെ കുറവ് മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങളാണ് ഇത്. പാരമ്പര്യ രോഗങ്ങളല്ല, അപര്യാപ്തത രോഗങ്ങൾ. അപര്യാപ്തത രോഗങ്ങൾ. എന്തിൻ്റെയെങ്കിലും അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഇത്. അപര്യാപ്തത രോഗങ്ങൾ. എന്താ? വൈറ്റമിൻ്റെത്, പ്രോട്ടീൻ്റെ ഒക്കെ അഭാവം മൂലം നമുക്കുണ്ടാകുന്നത്. എന്താ? വൈറ്റമിൻ എയുടെ അഭാവം മൂലം നമുക്ക് നിശാന്തത പോലെയുള്ള രോഗങ്ങൾ. പിന്നെന്താ? വൈറ്റമിൻ ബി ആണെങ്കിൽ ബെറിബറി, സി സ്കർവി, ഡി എന്താ? റിക്കറ്റ്സ് പോലെയുള്ള അസുഖങ്ങളെല്ലാം എന്താണ്? അതിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. പിന്നെന്താ പറഞ്ഞേ? തൊഴിൽജന്യ രോഗങ്ങൾ പഠിച്ചു. എന്താണ്? തൊഴിൽജന്യ രോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന് 3 എക്സാമ്പിൾ പറഞ്ഞേക്കാം ഞാൻ. ഒന്നാമത്തേന്ന് പറയുന്നത് ഒന്നാമത്തേതാണ് ഇത് ന്യൂമോകോണിയോസിസ്. എന്താണ്? ന്യൂമോകോണിയോസിസ് ഒരു അസുഖമാണ്, ഒരു രോഗത്തിൻ്റെ പേരാണ് ഇത് ന്യൂമോകോണിയോസിസ്. ഇത് കൽക്കരി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, ആ കായിട്ട് കണക്ട് ചെയ്താൽ മതി. കൽക്കരി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വരുന്ന ഒരു തൊഴിൽജന്യ രോഗമാണ് ഇത് ന്യൂമോകോണിയോസിസ്. അപ്പോൾ അത് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണെന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ ഏതാണ് ന്യൂമോകോണിയോസിസ്? കൽക്കരി, വെച്ച് കണക്ട് ചെയ്യുക. കൽക്കരി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വരുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. ഇനി രണ്ടാമത്തതാണ് സിലിക്കോസിസ്. എന്താണ്? സിലിക്കോസിസ്.
അത് ഏത് മേഖലയിലാണ്? മറ്റേ സ്വർണം, മൈക്ക, ടിന്ന്, അങ്ങനെ ആ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വരുന്ന രോഗമാണ് ഇത് സിലിക്കോസിസ്. അപ്പോൾ ഒരെണ്ണം പറഞ്ഞു ന്യൂമോകോണിയോസിസ്, കൽക്കരി. സിലിക്കോസിസ് എന്താണ്? ടിന്ന്, മൈക്ക, സ്വർണം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള വരുന്ന രോഗമാണ് ഇത് സിലിക്കോസിസ്. ഇനി മൂന്നാമത്തേതാണ് ആസ്ബറ്റോസിസ്. എന്താണ്? ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസിസ് എന്ന് പറയുന്ന രോഗം ആസ്ബറ്റോസ് ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വരുന്ന രോഗമാണ്. അപ്പോൾ 3 രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങളാണ് ഇവ മൂന്നും. ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, ആസ്ബറ്റോസിസ്. ന്യൂമോകോണിയോസിസ് കൽക്കരി മേഖലയിൽ, സിലിക്കോസിസ് ആണെങ്കിൽ സ്വർണം, ടിന്ന് ആ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, ആസ്ബറ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് വരുന്ന രോഗമാണ് ഇത് ആസ്ബറ്റോസിസ്. ക്ലിയർ ആയോ? അപ്പോൾ രോഗം എന്ന പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ഏതൊക്കെ രോഗങ്ങളാണ്, അതെങ്ങനെയാണ് പകരുന്നത്, അതിൻ്റെ രോഗകാരി, അതിൻ്റെ എക്സാമ്പിളുകൾ കോഡ് വെച്ച് തന്നെ ഓർത്ത് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ ഓർക്കുക, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ കോഡുമായിട്ട് കണക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പം കിട്ടും. വലിയ കോഡുകളിലോട്ടൊന്നും പോകാതെ ചെറിയ രീതിയിൽ കോഡുകൾ ഉണ്ടാക്കി നിങ്ങളുടേതായ രീതിയിൽ കോഡുകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അതനുസരിച്ച് പഠിക്കുക. രോഗങ്ങൾ, അതിൻ്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് പകരുന്നത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.